ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൽസ് ബൈ ശില്പ. സോ ഇതൊരു ട്രാവൽ ബ്ലോഗാണ്. ഇറ്റ്സ് എ മിനി ട്രാവൽ ബ്ലോഗ് ആൻഡ് വി ആർ ഗോയിങ് ടു പൂവാർ. ആൻഡ് ഇത് കുറേ നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു ട്രിപ്പാണ്. ആൻഡ് ഇന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടു. ആൻഡ് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ആൻഡ് നമ്മൾ പൂവാറെത്തി. ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പൂവാറ്. ഓക്കെ, ലൈക്ക് നമുക്ക് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ഇൻ ട്രിവാൻഡ്രം എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആണ് നമുക്ക് സിറ്റിയിൽ നിന്ന്, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നുള്ളത്. ആൻഡ് വി ക്യാൻ എക്സ്പീരിയൻസ് ദിസ് മാംഗ്രൂവ് ഫോറസ്റ്റ്. അതുപോലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഈ കായൽ, നമ്മൾ ഈ ഐലൻഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു ബ്യൂട്ടിഫുൾ എൻഡ് പോയിൻറ്റിലാണ്. അത് നമ്മൾ കാണേണ്ട തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇത് നമ്മളിങ്ങനെ പോകുമ്പം ഇതുപോലെ സൈഡിൽ ബോട്ടിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. നല്ല കരിക്കും, അതുപോലെ എന്താ പറയുക, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതുപോലെ കുറേ മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ വ്യൂ ഈസ് ദിസ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഭംഗിയായിരുന്നു ആ ബീച്ചും ആ കായലും കൂടെ ഉള്ളൊരു മെർജിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നല്ല പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ആ ബീച്ചിൻ്റെ വ്യൂവും, പിന്നെ ഇത് ആക്ച്വലി സ്പ്ലിറ്റ്സ്വില്ല ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ആൻഡ് കുറേ പള്ളികളും കുറേ പാറകളും, അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ചാറ്റൽ മഴയായിരുന്നു. ആ മഴയും ആ ഒരു ബോട്ട് സവാരിയും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ടെന്ന് പറയാം. കാരണം നമ്മൾ കയറിയപ്പോൾ തൊട്ടേ മഴ പെയ്യാത്ത എന്താ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മഴ പെയ്തപ്പം അതൊരു വേറൊരു മൂഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ റിസോർട്ട്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഷിക്കാരി ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പൂവാർ ബോട്ടിംഗ് ക്ലബിൻ്റെ ടീമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ ഓൾമോസ്റ്റ് 300+ ബോട്ടുണ്ട്. അതിൽ ഒരു 100 ബോട്ട്സ് മാത്രമാണ് ലൈസൻസ്ഡ് വരിക, ബാക്കിയൊക്കെ അൺലൈസൻസ്ഡ് ആണ്. പക്ഷേ ഇവിടെ എന്നും ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പം ആക്ച്വലി വെള്ളം കുറവാണ്. സോ നമുക്ക് വെള്ളം കുറവായതുകൊണ്ട് കുറേയൊക്കെ പ്ലേസസിൽ പോകാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ബീച്ചിലും ഇറങ്ങാൻ പറ്റില്ല. ബീച്ചിൽ ഇറങ്ങാൻ പറ്റാഞ്ഞത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ബീച്ച് ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല. സോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ് പൂവാർ. അറ്റ് വെരി റീസണബിൾ റേറ്റ് നമുക്ക് പൂവാർ ബോട്ടിംഗ് ക്ലബ് ടീം നമ്മളെ കൊണ്ടുപോകും അറ്റ് എവറി നൂക്ക് ആൻഡ് കോർണർ ഓഫ് പൂവാർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.